ചേർത്തലയിലെ മന്തിക്കട. ആരാണ് ഇതിൻ്റെയൊക്കെ ഒരു അംബാസഡർ എന്നറിയോ? ഇതേ കിടക്കണം മുതൽ മന്തി ഇങ്ങനെ നോക്കി നുണഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ഹോട്ടലിൻ്റെ ഐശ്വര്യം, ഈ ഹോട്ടലിൻ്റെ അംബാസിഡർ. ആർക്കെങ്കിലും വ്രണം പൊട്ടിയോ ഒലിച്ചോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറുതായിട്ടൊരു ക്രാക്ക് ഇവിടെ വന്നു. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്, ഞാനൊരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അന്ധവിശ്വാസങ്ങളിലൊന്നും ഞാനില്ല, വിശ്വാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോസ്റ്റർ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ഒരുപാട് ആളുകൾ എനിക്കിത് പേഴ്സണലായിട്ട് അയച്ചു തരും ചെയ്തു കേട്ടോ, ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ മഹാൻ, അതായത് ഈ ഹോട്ടലിൻ്റെ മഹാന്മാർ ആരൊക്കെയായാലും അവർ വന്നിപ്പോൾ എന്തൊരു മാപ്പോ കോപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അറിഞ്ഞ് ചെയ്തതല്ല. അവർക്കറിയില്ല ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞത് ഹിന്ദുവിൻ്റെ എന്താ പറയുക വിശ്വാസമാണ്, അല്ലെങ്കിൽ ഹൈന്ദവൻ്റെ ഒരു ദൈവമാണ് എന്നൊന്നും ഇവർക്കറിയില്ല. ഇവർ പച്ചപ്പുള്ളകളാണ്, പച്ചപ്പുള്ള എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പച്ചപ്പുള്ളകളാണ്. അവർക്കിതൊന്നും അറിയില്ല. അവരിങ്ങനെയാണ് ഈ ഹിന്ദുവിൻ്റെ നേരെ ഇങ്ങനെ എന്നും ഇതുപോലത്തെ തന്തയില്ലാത്തതും ചെയ്തുകൊണ്ടിരിക്കും. അവസാനം പറയും ഞങ്ങളങ്ങനെ അറിഞ്ഞതല്ല, ഞങ്ങളിങ്ങനെ എഡിറ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു, അവർ ചെയ്ത് തന്നതാണ്, ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നൊക്കെ ഈ പച്ചപ്പുള്ളകൾ പറയും. ഈ പച്ചപ്പുള്ളകൾ അങ്ങോട്ട് പിടിച്ചിട്ട് പെരടി ഇങ്ങനെ പിടിച്ചിട്ട് പട്ടേന്ന് മൂന്തയ്ക്ക് ഇങ്ങോട്ട് പൊട്ടുമ്പോൾ പച്ചപ്പുള്ളകൾ സത്യം അങ്ങോട്ട് പറയും, ഞങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്ത് തന്നെയാണ്, നിങ്ങളങ്ങനെ ഇവിടെ കുറേ ഹിന്ദുത്വം തൊഴിക്കേണ്ട, നിങ്ങളിവിടെ ഹിന്ദു വിശ്വാസം കൊണ്ടു നടക്കണം, ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇത് ഞമ്മൻ്റെ നാടാണെന്നൊക്കെ അവർ പറഞ്ഞു പോകും. ഇതിലെല്ലാ മുസ്ലിങ്ങളെയും കൂട്ടിക്കെട്ടരുത് നിങ്ങൾ ഒരിക്കലും, മനസ്സിലായോ? ആ പോസ്റ്റർ കണ്ടിട്ട് ഇത് എന്തൊരു തമ്മാടിത്തരമാണ് ഇവർ ചെയ്തതെന്ന് ചിന്തിക്കുന്ന മുസൽമാന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ഈ പച്ചപ്പുള്ളമാരുടെ കൂട്ടത്തിൽ അത് നിങ്ങളെ കൂട്ടണ്ട, അത് മാറ്റി നിർത്തിയേക്ക്. കാരണം എന്താ അറിയോ, ഈ നാട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അല്ലേ? ഇപ്പം നമുക്കായാലും ഈ വേട്ടാവളിയന്മാർക്കായാലും ഇവിടെ നല്ല മുസ്ലിങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാണ്. അവരുടെ കൂടെയൊക്കെ ജീവിതത്തിൽ ഇത് ദോഷകരമായിട്ട് സംഭവിക്കുമെന്നുള്ളത് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമില്ല. പക്ഷേ ഈ പച്ചപ്പുള്ളകൾക്കൊരു പ്രശ്നമുണ്ട്. അവർക്ക് ഹിന്ദു മതം, ഹിന്ദു വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തു മതം ഇത് അവരുടേതല്ലാത്തതെല്ലാം അവർക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അതവർക്ക് ഇങ്ങനെ എന്താ പറയുക പ്രതികരിക്കാൻ പറ്റുന്നത് ആണും പെണ്ണും കെട്ട ഹൈന്ദവ ജന്മങ്ങൾ ഒരുപാട് കേരളത്തിലുള്ളത് കൊണ്ടാണ്. അവർക്ക് ചിലപ്പോൾ പല പേരുകളായിരിക്കും, പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിരിക്കാം അവർ ആണും പെണ്ണും കെട്ടവർ, അങ്ങനെ വേണം പറയാം. കാരണം അവനവൻ്റെ വിശ്വാസത്തിൽ കയറി എന്തെങ്കിലും പറഞ്ഞാലും നല്ല ആറ്റിറ്റ്യൂഡ്, അതിപ്പോൾ എന്ത്, കാരണം അവനവൻ്റെ ഉള്ളിൽ വിശ്വാസമല്ല, അപ്പോൾ അവനങ്ങനെയല്ലേ തോന്നുള്ളൂ. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് പ്രതികരിക്കണം തോന്നിയാൽ പോലും പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം വലിയൊരു ഭാഗം ഈ നരാധമന്മാരുടെ അല്ലെങ്കിൽ ഈ തമ്മാടത്തം ചെയ്തവരുടെ കൂടെ നിൽക്കും. നാളെ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ബിരിയാണി നിന്നിട്ടും ഈ മന്തി നിന്നിട്ടും അവർ നമ്മളെ നോക്കി പല്ലിളിക്കും. ആര്? ഈ ഹിന്ദുക്കളെ കൂട്ടത്തിലെ ഈ നാറികൾ തന്നെ, ഈ ആണും പെണ്ണും കെട്ടന്മാർ തന്നെ. എന്നാൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങുകയാണ്, ഒരു ഹിന്ദു വിശ്വാസിയാണ്, നിങ്ങളൊക്കെ പാടെ പോലെ സംഖ്യയാണ്, മതേതരനല്ല, ഭയങ്കര വർഗീയവാദി. ഞാനൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു പ്ലേറ്റും പിടിച്ച് മുഹമ്മദ് നബി നിൽക്കുന്നു, ആ പ്ലേറ്റിൻ്റെ മേലെ പന്നി ഇങ്ങനെ ഫ്രൈ ചെയ്തും വെച്ചിട്ട് വാടാ മക്കളെ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വെൽക്കം പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ തള്ളി പറയാൻ ആദ്യം വരുന്നത് ഈ നാണം കെട്ടന്മാരനായിരിക്കും. ആര്? ഹിന്ദുക്കളെ. സ്വന്തം മതത്തെ കളിയാക്കലും പരിഹാസപ്പെടുത്തലൊക്കെ കണ്ടു നിൽക്കാനുള്ള ധൈര്യവും ഊർജ്ജമൊക്കെ അവർക്കുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ മതത്തെ നമ്മൾ കളിയാക്കി എന്തെങ്കിലും ചെയ്താൽ അവർ ഇറങ്ങും, അവർ ഫസ്റ്റ് അവർ മുന്നോട്ട് വരും. മതേതരം തെളിയിക്കാനെന്ന് അവർ അവകാശപ്പെടുന്നത്. ആ തന്തയില്ലാത്ത ഇവിടെ ആദ്യം നിർത്തണം. ഇവിടെ ഞാനുള്ള കാര്യം പറയാം, ഇവിടെ ഈക്വലായിരിക്കണം. ഈ മതമില്ലവനും മതമില്ലാത്തവനും എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന മണ്ണായിരിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തെ കോട്ടം തെറ്റാതെ കൊണ്ടു നടക്കാനുള്ള എന്താ പറയുക ഒരു പൂർണ്ണ എന്താ പറയുക അധികാരം ഇവിടുത്തെ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ചില വിഷയത്തിൽ ഞാനൊക്കെ പ്രതികരിക്കുമ്പോൾ എന്നെ മത സ്പർദ്ധ കലർത്തി എന്നും പറഞ്ഞിട്ട് എന്നെ അവിടെ കാസർഗോട്ടേക്കും ഇവിടെ ആലപ്പുഴയ്ക്കും അവിടേക്കും ഇവിടേക്കൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ആളെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇതേപോലെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതിൻ്റെ കുഴപ്പമാണ്. എന്നാൽ ഈ ഒരു വ്യക്തികളെ ഇതുവരെ കേസെടുക്കാനോ അവരേതെങ്കിലും ഒരു സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനോ ആരും വന്നിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണ്? ഈ ആണും പെണ്ണും കെട്ടവന്മാർ ഇവരെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലായോ? ഞാൻ പറയാം, എപ്പോഴും പറയണ്ട, ഒരു പ്രതികരണം എന്ന് പറയുന്നത് വാളെടുത്ത് വെട്ടലും കല്ലെടുത്തെറിയലും അല്ലെങ്കിൽ ആളുകൾ തടിച്ചുകൂടലൊന്നുമല്ല. എനിക്കത് വേദനിച്ചു, എൻ്റെ സഹവാസം നിന്നോട് ഇനി ഞാനില്ല എന്ന് തുറന്നു പറയാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് സാധിച്ചാൽ അന്ന് മുതൽ ഈ പണി ഇവിടെ നിൽക്കും.
ചേർത്തലയിൽ ഇപ്പോൾ അതിനുമാത്രം മുസ്ലിങ്ങളുണ്ട്. അതൊക്കെ പോയി മന്തിയും കുന്തിയും പോയി തിന്നാൻ ഇല്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ കൂടി താമസിക്കുന്ന ഒരു നാടാണ് ചേർത്തല, അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ തെണ്ടിത്തരം ചെയ്തിട്ടും അവിടെ പോയി നക്കാൻ ചെല്ലുന്നത് ആരാ? നാണം കെട്ട ഹിന്ദുക്കൾ, അല്ലേ? അല്ലേ? ഈ നാണം കെട്ടവന്മാരുള്ളിടത്തോളം കാലം ഹിന്ദു മതത്തിന് ഇങ്ങനെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് സ്വയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ അപ്പോൾ ഇത്രയൊക്കെ ഈ പല കാര്യങ്ങളും തുറന്നു പറയുന്നൊരു മനുഷ്യനാണ്. ഞാൻ ഇന്നേ വരെ ഇവരുടെ വിശ്വാസത്തിൽ കയറി കളിച്ചിട്ടില്ല. മുഹമ്മദ് നബിയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അവരെ ചിത്രീകരിക്കണം മനസ്സിൽ പോലും എനിക്ക് അങ്ങനെയില്ല. അതിൻ്റെ കാരണം എന്താണ്? അതാണ് ശരിക്കും ഈ നാട്ടിൽ വേണ്ടത്. ഒരാളുടെ വിശ്വാസം അതവർ വിശ്വസിച്ചോട്ടെ. ആ വിശ്വാസത്തെ പോയിട്ട് നമ്മൾ കൊഞ്ഞനം കുത്താൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന ഹോട്ടൽ മഹറെന്നോ എന്താ എന്തും എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഹോട്ടലിന് വൻ വിജയമായിരിക്കും അവിടെ. കാരണം എന്താണ്? ഇവിടുത്തെ ആണും പെണ്ണും കെട്ടന്മാർ നാളെ മുതൽ അവിടെ പോയിട്ട് ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കും, അല്ലേ? അതല്ല സംഭവിക്കാൻ പോണത്. പക്ഷേ എൻ്റെ പ്രതികരണം ഞാൻ പറയാം. ആ പഴച്ചവനോട് ഞാൻ പറയണം, നീ ചെയ്തത് തെണ്ടിത്തനാണ്. മനസ്സിലാവുന്നുണ്ട്? എൻ്റെ വിശ്വാസത്തെ നീ വളരെ വലിയ രീതിയിൽ ഹനിച്ചു. നിന്നോട് പൊറുക്കാൻ എനിക്ക് സാധിക്കില്ല, എൻ്റെ മനസ്സിനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 4 തെറിയെങ്കിലും നിന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. എടാ പഴച്ചപറ്റ നാറി, എടാ പച്ച തീട്ടമേ, നീ ചെയ്തത് വളരെ വലിയ തെണ്ടിത്തരാണ്. നീ എൻ്റെ വിശ്വാസത്തെയാണ് അപമാനിച്ചത്. ഇതിലും നല്ല നിൻ്റെ തള്ളയെ അവിടെ ഒന്നുമില്ലാണ്ട് കൊണ്ട് നിർത്തിയിട്ട് അതിൽ പരസ്യം കൊടുക്കുകയായിരുന്നു. അതാണ് നീ ചെയ്യേണ്ടിരുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ കയറിയിട്ട് ഉണ്ടാക്കലല്ല നീ ചെയ്യേണ്ടത്. ആണും പെണ്ണും കെട്ട ഹിന്ദുക്കളൊക്കെ നിൻ്റെ കൂട്ടുകാരായിട്ടും നിൻ്റെ തോളത്ത് കൈയിടാനും നിൻ്റെ മന്തി നക്കി തിന്നാനൊക്കെ വരുന്നവരുണ്ടാവും. ഞങ്ങളെപ്പോലത്തെ കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും. അവർക്ക് നിന്നെ പോലത്തെ ആൾക്കാരോട് പ്രതിഷേധമുണ്ട്. നിൻ്റെ ആ കട തല്ലി പൊളിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ അത് വേണ്ട, അതുകൊണ്ട് കാര്യമില്ല. അതൊരു തെറ്റിനെ മറ്റൊരു തെറ്റ് കൊണ്ട് എതിർക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിന്നെ പോലത്തെ പല തന്തയ്ക്കുണ്ടായമാർക്ക് എന്നെ പോലത്തെ ആൾക്കാരുടെ 4 വാക്ക് മതി. നാറികൾ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് മാപ്പറ എനിക്കറിയില്ല, എന്താ അറിയില്ലായിരുന്നു. നീയൊക്കെ താനി സുഡാപ്പിയാണ്. ആ നായെ താനി സുഡാപ്പി, താനി തീവ്രവാദി. നീയൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ കുത്തിക്കൊല്ലും, ബോംബെറിഞ്ഞു കൊല്ലും നീ. ഒരു സംശയവും വേണ്ട. എൻ്റെ അയൽപ്പക്കത്ത് ഏതെങ്കിലും ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവൻ്റെ കടയിൽ വല്ല ഹിന്ദുക്കളും കയറി പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വല്ല ഭേഷം കലക്കത്തില്ല നായിൻ്റെ മോൻ, വല്ല കുട്ടികളുണ്ടാവാതിരിക്കല വല്ല ഇതൊക്കെ കലക്കിത്തരും നായിൻ്റെ മോനൊക്കെ. തന്നെ പോലെയാടി മോൻ. എൻ്റെ അമ്മയുടെ മഹർ ഹോട്ടൽ